ഇന്ന് മാർച്ച് 18 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തുടർച്ചയായിട്ട് മൂന്നാം ദിവസവും സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് റാലി ചെയ്തു. നിഫ്റ്റി 50യും BSE സെൻസെക്സും ഏകദേശം 0.8% ഗെയിൻ നേടി ഹൈ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ക്ലോസിംഗ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 23,777, ബാങ്ക് നിഫ്റ്റി 55,326, സെൻസെക്സ് 76,704. ഈ റാലിയുടെ മെയിൻ ഡ്രൈവർ ആയത് IT സ്റ്റോക്സിലുള്ള മാസീവ് റീബൗണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാൾ ഉണ്ടായ ശേഷം ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് ഏതാണ്ട് 3% മുകളിലേക്ക് ജമ്പ് ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും പോസിറ്റീവ് ക്യൂസ് കിട്ടുകയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയുകയും ചെയ്തത് സെന്റിമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു. അതേസമയം റുപ്പി റെക്കോർഡ് ലോ ആയിട്ടുള്ള 92.63 പെർ ഡോളർ വരെ വീണിട്ടും മാർക്കറ്റ് അതിനെ ഇഗ്നോർ ചെയ്തു. ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തത് US ഫെഡ് റേറ്റ് ക്യൂസ് പ്രതീക്ഷയും അതുപോലെ തന്നെ സ്ട്രോങ് ഡൊമസ്റ്റിക് ബൈയിങ്ങുമാണ്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ഇന്ന് ഔട്ട് പെർഫോം ചെയ്തു. ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ടോപ്പ് 3 സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻസ് 5% മുകളിലേക്ക് സർജ് ചെയ്തു. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനർ ആയിട്ട് മാറി. ഹൈ വോളിയവും ജിയോ പ്ലാറ്റ്ഫോം IPO ബസ്സും റാലി എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ വാരി എഞ്ചിനീയേഴ്സ് സ്റ്റോക്ക് 12% വരെ റോക്കറ്റ് ചെയ്തു. നാഗ്പൂരിൽ ഇന്ത്യസ് ലാർജസ്റ്റ് സ്റ്റോക്ക് ഇൻഗോട്ട് ആൻഡ് വാട്ടർ ഫെസിലിറ്റി പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തതോടെ സ്ട്രോങ് പോസിറ്റീവ് സെന്റിമെന്റ്സ് കാണുകയുണ്ടായി. അർബൻ കമ്പനി അതുപോലെ തന്നെ ഷെയർസ് ഏകദേശം 17% ജമ്പ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. SBI മ്യൂച്വൽ ഫണ്ട് 632 കോടി രൂപ വർത്തായിട്ടുള്ള സ്റ്റോക്സ് വാങ്ങിയതോടെ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഹൈ ആയി. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ്, ടെക് മഹീന്ദ്ര, എറ്റേണൽ. ടോപ്പ് ലൂസേഴ്സ് സിപ്ല, കോൾ ഇന്ത്യ ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. മാർക്കറ്റ് ഇപ്പോൾ ക്ലിയർലി ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. IT ലീഡ് ചെയ്യുന്ന റാലി അതുപോലെ തന്നെ സ്ട്രോങ് ഡൊമസ്റ്റിക് ബൈ, ഗ്ലോബൽ സപ്പോർട്ട് എല്ലാം കൂടി മാർക്കറ്റ് സെന്റിമെന്റ് പോസിറ്റീവ് ആക്കി മാറ്റുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ വോളറ്റാലിറ്റി ഉണ്ടാകാമെങ്കിലും ഇപ്പോൾ ബൈ ഓൺ ഡിപ്പർ സ്ട്രാറ്റജി വർക്ക് ചെയ്യാനുള്ള ഫേസ് ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക്. പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.